ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിൽ എല്ലാ റെസിപ്പീസും ഞാൻ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കി ഞാനൊരു പീസ് ഉണ്ടാക്കാൻ പോവാണ്. അത് കാണിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പം അതെനിക്കൊരു വാശിയായിരുന്നു, അത് അങ്ങനെ ചെയ്ത് നോക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പം അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം പറഞ്ഞു തരാം. പിന്നെ ഇതിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാനായിട്ട് ഒരു ചെറിയ വീഡിയോ അല്ലേ, അപ്പം നമുക്ക് പറ്റൂല. അപ്പം ഇതിൽ പിസ്സ സോസ് തൊട്ട് ചീസ് വരെയുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ഓരോ വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം ഡോ മാത്രം ഞാനിപ്പം പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഫെർമെൻറ്റേഷൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈസ്റ്റ് ചേർത്തിട്ടുള്ളതാണ്, കണ്ടോ. ഇത് അതുമാതിരി ഞാൻ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് പിസ്സ സോസാണ്. ഇതും ഞാനൊരു എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ പിസ്സ സോസ് റെഡിയാണ്. പിന്നെ ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജിറ്റേറിയൻ പിസ്സയാണ് കേട്ടോ, പനീർ ചേർത്തിട്ടാണ്. അപ്പോൾ പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് എനിക്ക് ഈ ബട്ടറിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ടുള്ള പനീർ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ സ്റ്റർ ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ റോ വെജിറ്റബിൾസ് ആണ്. ഉള്ളിയും ക്യാപ്സിക്കവും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് അതുമാതിരി നമ്മുടെ മൊസറല്ല ചീസാണ്. ഇത് ഹോം മെയ്ഡാണ്, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതൊരു സക്സസ്ഫുൾ റെസിപ്പിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഒരു എപ്പിസോഡിൽ. അപ്പം അതും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു എക്സ്ട്രാ ഷെഡാർ ചീസ് ഒന്ന് ഇട്ടിട്ട് നിങ്ങളൊന്ന് നോക്കി നോക്കൂ, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതൊരു ടേസ്റ്റാണ്. അപ്പം ഞാനൊരു സ്ലൈസ് ഷെഡാർ ചീസ് അത് മാത്രം ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ആണ്. പിന്നെ ഇത് നമ്മുടെ ഒറിഗാനോ. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ക്രീം ചീസാണ്. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഈ പിസ്സയിൽ 2 ലെയർ ആയിട്ട് പിസ്സ ബേസ് ചെയ്തിട്ട് ഫസ്റ്റത്തെ ലെയറിൽ ഈ ക്രീം ചീസും അതുമാതിരി നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അതൊന്ന് ഉണ്ടാക്കി നോക്കൂ, പ്രത്യേക ഫ്ലേവറാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അതിനാണ് ക്രീം ചീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പിസ്സ ഡൗനെ ബോൾസ് ആക്കി എടുത്തിട്ട് 2 പിസ്സ ബേസ്, ഞാൻ പറഞ്ഞതുപോലെ 2 പിസ്സ ബേസ് നമുക്ക് പരത്തി എടുക്കാം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ്, ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ പിസ്സ ഉണ്ടാക്കുന്നത്, കുറച്ചും കൂടെ ചെറിയൊരു വലുപ്പത്തിൽ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട്, അത് ഞാൻ മാറ്റി വെക്കുകയാണ്. പിന്നെ എൻ്റെ അവൻ ഇതാണ് എൻ്റെ അവൻ. ഇത് അവനില്ല, ഞാൻ പറഞ്ഞല്ലോ, നോ അവൻ മെത്തേഡാണ്. അപ്പം എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ അതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ സ്ഥിരം ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ഒരു പാത്രമാണ്. അപ്പം അതുകൊണ്ട് അതിനകത്ത് ഓൾറെഡി ബേക്ക് ചെയ്തിട്ടുള്ള ഉപ്പ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കണം. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാമെന്ന് പറയൂലേ, അതുമാതിരി തന്നെ നമ്മൾ ഈ ഒരു സംഭവം ചൂടാക്കണം. അപ്പോൾ ഇത് ഇച്ചിരി എന്താ പറയുക, ഒരു അര ലെവലിലാണ് ഞാൻ ഉപ്പ് നിറച്ചിട്ടുള്ളത്. പിന്നെ അതിനകത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഏത് പാത്രമാണോ പിസ്സ ഉണ്ടാക്കുന്നത് ആ പാത്രം ഡയറക്റ്റായിട്ട് ഉപ്പിൽ തട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് ആ ഒരു കുഞ്ഞി പാത്രം വെച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ഡോ ഞാൻ ദേ കുഴച്ചെടുത്തിട്ടുണ്ട്, ഇതാ കണ്ടോ. ഇനി ഇതിനെ ഞാനൊന്ന് റൗണ്ട് ചെയ്തിട്ട് ബോൾസ് ആക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന ആ നമ്മുടെ കല്ലിൽ ഞാൻ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് മൈദയാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിനെ ഒന്ന് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് എടുക്കുകയാണേ. അപ്പോൾ കണ്ടോ, ആദ്യത്തെ പിസ്സ ബേസ് റെഡിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ഡബിൾ ലെയർ ആയിട്ടാണ് ചെയ്യുന്ന, ഉള്ളിൽ ക്രീം ചീസ് വെച്ചിട്ട്. അപ്പം ഒരെണ്ണം കൂടെ ഇതുമാതിരി പരത്തിയെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ പിസ്സ ബേസുമായി ആദ്യത്തേനേക്കാളും ഒരു ഇച്ചിരി കുഞ്ഞത് ഉണ്ടാക്കുക കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ചെറുതാക്കിയാലും മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ 2 പിസ്സ ബേസും ഇവിടെ റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യുവാണേ. ആദ്യത്തെ പിസ്സ ബേസ് ഉണ്ടാക്കിയില്ലേ, അത് നമ്മുടെ ഈ പാത്രത്തിലേക്ക് നമ്മൾ വെക്കുകയാണേ. ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വെക്കാം. അതിനുശേഷം നമ്മുടെ സോസ്, പിസ്സ സോസ്. അപ്പോൾ ഞാൻ ദേ കുറച്ച് പിസ്സ സോസ് ഇതിൻ്റെ മേലെ തേച്ചിട്ടുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ നമ്മുടെ ക്രീം ചീസ് ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ക്രീം ചീസ് കുറച്ചധികം എടുക്കാം, അതിങ്ങനെ തേച്ച് കൊടുക്കാം. മനസ്സിലായോ? എനിക്കിങ്ങനെ പ്ലെയിനായിട്ട് ക്രീം ചീസ് കടിക്കുന്നതിനേക്കാളും ആ ഒരു പിസ്സ ബേസിൽ നമ്മുടെ ആ പിസ്സ സോസും കൂടെ ചേർത്തിട്ടുള്ള ക്രീം ചീസ് കടിക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഇങ്ങനെ തേച്ച് കൊടുക്കുക നമ്മൾ. ഓക്കെ, അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് ലെയർ ഉണ്ടല്ലോ,
അതങ്ങോട്ട് വയ്ക്കുക. ഒന്ന് വലിക്കുക, സ്ട്രെച്ച് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ഇതിങ്ങനെ വയ്ക്കുക. ഓക്കെ. അതിനുശേഷം ഈ അറ്റം ഉണ്ടല്ലോ, ഇതൊന്നിങ്ങനെ മടക്കി കൊടുക്കുക. മടക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, ഞാൻ അരികൊക്കെ ഒന്ന് മടക്കി. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം കേട്ടോ. എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? ഓക്കെ. അപ്പം ഇവിടെ ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ അറ്റത്ത് ഒന്നുകൂടെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ ഉദ്ദേശം ബേസിക്കലി. ഓക്കെ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മുടെ സോസ് ഇടാം. ഓക്കെ. സോസ് ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പം നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ സ്പൂണിൽ കുറച്ച് ബാക്കിയുണ്ട്. അപ്പം അതും കൂടെ ഞാൻ തേക്കുന്നുണ്ട്. അതായത് നമ്മുടെ ക്രീം ചീസ് എടുത്തത്. ഇനി ഇതിനകത്തോട്ട് ക്രീം ചീസ് തേക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ. ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ വെജിറ്റബിൾസ് ഇടാം. പനീർ എടുത്ത് വെച്ചിട്ടുള്ളത് ഇടാം. ഞാൻ കണ്ടോ കുഞ്ഞി പീസസ് ആയിട്ടാണ് പനീർ മുറിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇടാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ക്യാമറ ഓഫായി പോയി തോന്നുന്നു. ഞാനൊരു ഇച്ചിരി എന്താ പറയുക, നമ്മുടെ ചീസ് വെച്ചിട്ടുണ്ടായിരുന്നു, മോസറല്ല ചീസ്. അപ്പോൾ അത് കാണിച്ചു തരാൻ പറ്റിയില്ല. അതെ ഇനിയും ബാക്കിയുണ്ട്, പിന്നെയാണ് മനസ്സിലായത്. അപ്പം ഞാൻ ദേ നമ്മുടെ ചീസിനെ ഇങ്ങനെ നിരത്തി വെക്കുവാണേ. അത് ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടിടുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഷെഡാർ ചീസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്, നമ്മുടെ മോസറല്ല. പിന്നെ ഷെഡാർ ചീസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഇതിങ്ങനെ വെക്കാം. ഓക്കെ. അപ്പം അതിനുശേഷം കണ്ടോ നമ്മുടെ ഷെഡാർ ചീസിനെ സൈഡിൽ വയ്ക്കുക. ഇതിങ്ങനെ നിങ്ങൾക്ക് എന്താ പറയുക, വളരെ ക്രിയാത്മകമായിട്ടൊക്കെ വെക്കുക കേട്ടോ. ഞാനിതിപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പിച്ചിടുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഗ്രേറ്ററിലൊക്കെ വെച്ച് ഗ്രേറ്റൊക്കെ ചെയ്ത് ഇടാം നല്ല ഭംഗിയിൽ. ഓക്കെ. അപ്പം കണ്ടോ, ഇതിപ്പം റെഡിയായി. ഇനി മെയിൻ കാര്യം ഒറിഗാനോ ഇടുന്നുണ്ട്. അപ്പം നോക്കി ചേർക്കുക കേട്ടോ ഒറിഗാനോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയാലോ, ഒരു കയ്പ്പ് രസമുണ്ട്. ഇത് ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് ഇനി ഒന്ന് എന്താ പറയുക, പിസ്സ ആയി വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാനിത് നമ്മുടെ ഹോം മെയ്ഡ് അവനിലോട്ട് വെക്കാൻ പോവാണ്. ഓക്കെ. വെച്ചതിന് ശേഷം കാണിച്ചു തരാം. ഇത് പതുക്കെ വെക്കുക. അപ്പോൾ ഇത് വെച്ചു. അപ്പം ഞാനിത് മൂടി വെക്കാൻ പോവാണേ. അപ്പം ഇത് മൂടി വെക്കുമ്പോൾ ഇതിനകത്തൊരു കുഞ്ഞ് ഹോളില്ലേ, അപ്പം ആ ഹോള് ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയൊരു കഷ്ണം എന്താ പറയുക, പഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും വെക്കുക. അപ്പോൾ ഒരു കുഞ്ഞ് ടിഷ്യൂ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിപ്പോൾ ഒരു മീഡിയം ടെമ്പറേച്ചറിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്, മീഡിയം ഹൈ എന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ആ ഉപ്പിനെ ചൂടാക്കിയിട്ടുള്ളതാണ്. പ്രീ ഹീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ഇതിനകത്ത് നമ്മൾ ചെയ്യണം. അപ്പോൾ അത് ഓൾറെഡി അത് ഹീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. അത് ഓൾറെഡി ചൂടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പം മീഡിയം ഹൈയിലാണ് ഇരിക്കുന്നത്, ഡയറക്റ്റ് ഹീറ്റ് തട്ടുന്നില്ല. ഓവനിൽ നടക്കുന്ന അതേ ഒരു പ്രോസസ്സ് ഇതിനകത്ത് നടക്കും. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ്സിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഗ്ലാസ് ടോപ്പിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് സമയം കഴിഞ്ഞു. അപ്പോൾ ഒരു ബേക്കറിയിൽ നിന്നൊക്കെ ഒരു ബേക്ക് ചെയ്യുന്ന ഒരു സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കറക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഇപ്പം തീ ഞാൻ ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഞാനൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ തുറക്കാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ സുഗന്ധം പരത്തിക്കൊണ്ട് എൻ്റെ ഹോം മെയ്ഡ് എക്സ്ട്രാ ചീസ് എന്താ പറയുക, ആ പിസ്സ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്നറിയോ, ഉള്ളിലത്തെ ചീസ് ഇങ്ങനെ വലിഞ്ഞു വരുമോ എന്നുള്ളതാണ്. ഇത് ഓൾറെഡി കറക്റ്റാണ്, കാര്യം നമ്മൾ ഒരു ലെയറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ നമ്മുടെ തീ ഓഫ് ചെയ്തിട്ട് എക്സാക്ട് 5 മിനിറ്റ്സ് അടുപ്പിൽ തന്നെ ഇട്ടു. കാര്യം ഭയങ്കര ചൂടായിരിക്കും, നിങ്ങൾക്ക് അറിയാമല്ലോ, സോൾട്ട് മെത്തേഡും കൂടിയാണ്. അപ്പം എക്സ്ട്രാ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം അല്ലേ. അപ്പം എൻ്റെ കയ്യിൽ പിസ്സ കട്ടർ ഇല്ല, അപ്പം അതുകൊണ്ട് ഞാൻ കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. കണ്ടോ, നിങ്ങൾക്ക് ഉള്ളിലത്തെ ചീസ് എനിക്ക് എങ്ങനെ കാണിച്ചു തരാമെന്ന് ഇപ്പം കാര്യം ഈ പിസ്സ കട്ടർ ഉണ്ടെങ്കിലാണ് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ കാണിച്ചു തരാം ഒരു പീസ്.
കട്ട് ചെയ്യാൻ പോകണേ. നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ കട്ട് ചെയ്ത് ഞാൻ നശിപ്പിച്ചു എന്ന്. ഇതാ ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പിസ്സ ബേസ്. അപ്പോൾ കഷ്ടപ്പെട്ട് ഒരു പീസ് ഞാൻ ദേ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ജ്യൂസസ് ഇറങ്ങി വരുന്നുണ്ടോ? അത് ആ നെക്സ്റ്റ് ലെയറിലെത്തിയാണത്. അതിപ്പോൾ ഇങ്ങനെ കാണിക്കാമെന്ന് എനിക്കറിയില്ല. ഇതാ അപ്പോൾ ദേ ഞാൻ 2 സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ദേ 3ാമത്തെ സ്ലൈസ് എടുത്ത് വെക്കണു. അപ്പോൾ ഞാനിത് ഓരോ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് കാണണ്ടേ? കണ്ടോ, നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ഒരു ടെക്സ്ചർ കാണാൻ പറ്റുന്നുണ്ടോ? എത്ര പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുള്ളതെന്ന് നോക്കൂ. ഒരു ഇടയ്ക്കൊരു ബ്രൗൺ കളറും. പിന്നെ ഇത് കണ്ടോ, സെക്കൻഡ് ലെയർ. ഇത് എന്താ പറയുക, അപ്പം തന്നെ കാണിച്ചു തരണം. അതെനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. അപ്പം എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് ആയിട്ടല്ല അതൊക്കെ ചെയ്യുന്നത്. ഞാനൊരു നല്ലൊരു എപ്പിസോഡ് ഇടുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ സംരംഭം ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക, നല്ല റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ.